നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവൽസ് വർക്കായി നമുക്ക് ആദ്യം നോക്കാം. അപ്പം നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ തന്ന ഫസ്റ്റ് ലെവലായ 25905 അതിൻ്റെ തൊട്ടടിയിലുള്ള സപ്പോർട്ട് നമ്മളൊരു വീക്ക് സപ്പോർട്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ മാർക്കറ്റ് നിന്നില്ല. എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ വന്നത് 25799. അതിനുശേഷം മേലോട്ട് കയറിപ്പോയ മാർക്കറ്റ് നമ്മൾ ആദ്യം വീക്ക് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത ആ ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് താഴോട്ട് വരികയായിരുന്നു. ഈ റിവേഴ്സിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇതിനെല്ലാം പുറമെ നമുക്ക് ഇന്നൊരു സീറോ ഹീറോ ട്രേഡിംഗ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാനിവിടെ കൊടുക്കാം. നമസ്കാരം, എല്ലാവർക്കും 14 ജനുവരിയിലെ നിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവൽസ് വർക്കായി നമുക്ക് ആദ്യം നോക്കാം. അപ്പം നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ തന്ന ഫസ്റ്റ് ലെവലായ 25905 അതിൻ്റെ തൊട്ടടിയിലുള്ള സപ്പോർട്ട് നമ്മളൊരു വീക്ക് സപ്പോർട്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ മാർക്കറ്റ് നിന്നില്ല. എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ വന്നത് 25799. അതിനുശേഷം മേലോട്ട് കയറിപ്പോയ മാർക്കറ്റ് നമ്മൾ ആദ്യം വീക്ക് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത ആ ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് താഴോട്ട് വരികയായിരുന്നു. ഈ റിവേഴ്സിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇതിനെല്ലാം പുറമെ നമുക്ക് ഇന്നൊരു സീറോ ഹീറോ ട്രേഡിംഗ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടൊരു ഡേ ആയിരുന്നു. ഇപ്പം ഈ വീഡിയോ മിസ്സായവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് മേളിൽ കൊടുക്കാം. നിങ്ങൾ ദയവായിട്ട് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഈ ലെവൽസ് എല്ലാം നമ്മൾ ഇന്നലത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് വരാം. ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയാം, ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന ലെവൽസ് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിലാണ്. അത് സ്പോട്ട് ചാർട്ടല്ല. നമ്മൾ വോളിയം പ്രൊഫൈലാണ് നമ്മുടെ അനാലിസിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സ്പോട്ട് ചാർട്ടിൽ വോളിയം ഇല്ലാത്തതിനാൽ ഫ്യൂച്ചർ ചാർട്ടിലുള്ള വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇനി ആ കോണ്ടെക്സ്റ്റിൽ എടുത്താൽ മതി. അപ്പോൾ അതായത് സ്പോട്ട് ചാർട്ടും ഫ്യൂച്ചർ ചാർട്ടും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. ഓൾമോസ്റ്റ് ടുവാർഡ്സ് എക്സ്പയറി മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ് ഈ രണ്ട് ചാർട്ടും ഒരുപോലെ വരുന്നത്. ആദ്യം നമുക്ക് വോളിയം പ്രൊഫൈൽ അനാലിസിസ് വെച്ച് തുടങ്ങാം. ഏറ്റവും റൈറ്റിൽ കാണുന്ന പ്രൊഫൈലാണ് ഇന്നത്തെ പ്രൊഫൈൽ, മിഡിലിൽ കാണുന്നത് ഇന്നലത്തെ, പിന്നെ ലെഫ്റ്റിൽ കാണുന്നത് മിനിഞ്ഞാന്നത്തെ പ്രൊഫൈൽ. നമുക്ക് ആദ്യം ഇന്നത്തെ പ്രൊഫൈലിനെ പറ്റി സംസാരിക്കാം. ഇന്നത്തെ പ്രൊഫൈലിൻ്റെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ ഒരു ഡി ഷേപ്പ്ഡ് ബാലൻസ്ഡ് പ്രൊഫൈലാണ്. കഴിഞ്ഞ ദിവസത്തെ മാരക ഫോളിനും റിക്കവറിക്കും എല്ലാം ശേഷം ഇന്നും അതുപോലൊരു പാറ്റേൺ ആയിരുന്നു. പക്ഷേ മൊത്തത്തിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തതൊരു മിഡിൽ ഏരിയയിലാണ്. അപ്പോൾ അത് കാരണമായിരിക്കും ഈ പ്രൊഫൈൽ വന്നത്. എന്തുകൊണ്ടും മാർക്കറ്റിന് കുറച്ച് ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു പ്രൊഫൈലാണ് ഇന്നത്തെ. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം ഈ ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈൽ എപ്പോഴാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ ട്രെൻഡിങ് ഡേക്ക് ശേഷമായിരിക്കും. അതിന് ഒരു താൽക്കാലിക കൺസോൾട്ടേഷൻ ആയിരിക്കാം, എന്നിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സലും സംഭവിക്കാം. പിന്നെ പറയാനുള്ളത് ഇന്നലത്തെ പ്രൊഫൈലിനെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിന് മേളിൽ കൊടുക്കാം, ദയവായിട്ട് അത് കാണുക. ഈ തിരിച്ച് ഇന്നത്തെ പ്രൊഫൈലോട്ട് വന്നിട്ട് നമുക്ക് ലൈൻസ് മാർക്ക് ചെയ്യാനാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇന്നത്തെ ഹൈ, ഇന്നത്തെ ലോ, പിന്നെ ഡി ഷേപ്പ് നോഡിൻ്റെ ടോപ്പ് ബോട്ടം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും മാർക്ക് ചെയ്യാനുള്ളത്. ഈ ഡി ഷേപ്പിൻ്റെ ഹൈയും ലോയും നമുക്ക് റിവേഴ്സൽ ട്രേഡ്സിന് വേണ്ടി കൺസിഡർ ചെയ്യാം. നമുക്ക് എന്നിട്ട് ആ VPOC നമുക്ക് SL ആക്കി വെച്ചിട്ട് അതൊരു നല്ലൊരു സെറ്റപ്പാണ് നാളേക്ക്. ഇനി ഞാനിന്ന് കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ കരുതി. അതായത് 12-ാം തീയതിയിലത്തെ VPOCയുടെ അവിടെ നിന്നാണ് നമുക്കിന്ന് ഹീറോ സീറോ ട്രേഡ് കിട്ടിയത്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാമെന്ന് കരുതി. കാര്യം VPOC എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വോളിയം പ്രൊഫൈലിൽ എന്ന് ജസ്റ്റ് പറഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞാൽ. ഇന്നത്തെ പ്രൊഫൈലിൽ ഞാൻ ആ ലൈൻസ് വരച്ചതിൻ്റെ ലോജിക്കാണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതാണ് ലൈൻസ്. ഫുൾ ചാർട്ട് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, യൂട്യൂബ് ചാനലിൻ്റെ. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാം. ഞാൻ സാധാരണ നോക്കാറുള്ള OI ഡേറ്റ, ഗാമ എക്സ്പോഷർ ഡേറ്റ ഇന്ന് അവൈലബിൾ അല്ല. ഇന്ന് എക്സ്പയറി ഡേ കാരണം ഡേറ്റയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ രാവിലെ ടെലഗ്രാം ഗ്രൂപ്പിൽ OI അനാലിസിസും ഗാമ എക്സ്പോഷർ അനാലിസിസും പോസ്റ്റ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.